ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിപ്പോൾ ഞങ്ങൾ യു കെയിൽ വന്നിട്ടുള്ള ആദ്യത്തെ വിഷു ആഘോഷത്തിൻ്റെ വീഡിയോ ആണ്. ഞാനിത് അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും വിഷു കഴിഞ്ഞിട്ട് ഒരാഴ്ച ഉണ്ടായിട്ടുണ്ടായിരിക്കും. കാരണം എനിക്ക് 5 ഡേയ്സ് കണ്ടിന്യൂസ് ഡ്യൂട്ടി ഉണ്ടായിരുന്നു, എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഞാനിതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വോയിസ് ഓവർ ആയിട്ടായിരിക്കും ഞങ്ങളുടെ വിശേഷങ്ങളെല്ലാം പറയുന്നത്. ഞങ്ങൾ 4 പേരുണ്ട്. ഞാൻ, എൻ്റെ 2 ഫ്രണ്ട്സ്, പിന്നെ ഒരാളുടെ ഹസ്ബൻഡ്. ഞങ്ങളെല്ലാവരും കൂടെ വിഷു ആഘോഷിച്ചേക്കാം എന്നങ്ങ് തീരുമാനിച്ചു. കാരണം നാട്ടിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നതിൻ്റെ സങ്കടമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഞങ്ങളെല്ലാവരെയും കൂടെ ആഘോഷിക്കാമെന്ന് തീരുമാനിച്ചു. പിന്നെ ഞങ്ങളുടെ വേറെ 2 ഫ്രണ്ട്സുണ്ട് ഇവിടെ അടുത്ത് താമസിക്കുന്നവർ. അവരുടെയൊക്കെ ഹസ്ബൻഡ് ഇപ്പം ഇവിടെ എത്തിയിട്ടുണ്ട് നാട്ടിൽ നിന്ന്. അപ്പോൾ അവരെയും കൂടെ ഇൻവൈറ്റ് ചെയ്യാൻ ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. ഏകദേശം ഒരു 10 പേരുടെ ഒരു സദ്യ പിന്നെ പായസം ഒക്കെ ഞങ്ങൾ ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ അതിൻ്റെ ഷോപ്പിങ്ങും സംഭവങ്ങളൊക്കെ തലേദിവസം തന്നെ ചെയ്തു. ആ കാണുന്ന സംഭവങ്ങളൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത്. ഞങ്ങൾ കണിക്കൊന്നൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കണി വെക്കാനായിട്ട്. പക്ഷേ ഞങ്ങൾക്കത് കിട്ടിയില്ല. ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഓർഡർ മാറിപ്പോയി. ഞങ്ങളുടെ കണിക്കൊന്ന ആരോ കൊണ്ടുപോയി, അതുകൊണ്ട് അത് കിട്ടിയില്ല. അതുകൊണ്ട് ഞങ്ങൾ പ്ലാസ്റ്റിക് പൂ വെച്ചിട്ടൊക്കെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. കണിക്കൊന്ന പോലും അല്ല, ഇവിടുന്ന് കിട്ടിയൊരു പ്ലാസ്റ്റിക് പൂവാണ്. പിന്നെ ഞങ്ങളുടെ കണിയുടെ വിശേഷങ്ങളൊക്കെ ഉടനെ കാണിക്കാം. എങ്ങനെയാണ് ഞങ്ങൾ കണി വെച്ചത്. ഒരു സാധനങ്ങളും ഇല്ലാതെ എങ്ങനെ നമുക്ക് വിഷു ആഘോഷിക്കാം എന്നുള്ളത് ഈ വീഡിയോയ്ക്കകത്തോടെ മനസ്സിലാവും. ഇവിടെ ഇപ്പം കാണുന്നത് ഞങ്ങൾ 4 പേരും 4 സ്ഥലത്തു നിന്ന് വന്നവരാണ്. ഞാൻ ആലപ്പുഴ, പിന്നെ ഒരു കോട്ടയം, ഒരു വയനാട്, ഒരു പാലക്കാട്. ഈ 4 പേരുടെയും കറികൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഓരോ സ്ഥലത്തും കറി വെക്കാനായിട്ട് ഓരോരോ വ്യത്യാസങ്ങളുണ്ടല്ലോ. അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരാൾ പറയും ഇങ്ങനെയാണ്, ഒരാൾ പറയും ഇങ്ങനെയല്ല. അങ്ങനെയുള്ള വിശേഷങ്ങളൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓരോരുത്തർ ഓരോരോ കറികൾ വെക്കാമെന്ന് തീരുമാനിച്ചു. അപ്പം ഞാൻ ബീട്രൂട്ട് പച്ചടിയും ക്യാബേജ് തോരനുമാണ് ഏറ്റെടുത്തത്. പിന്നെ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾക്ക് നൈറ്റാണ്, അതുകൊണ്ട് അവൾ കുറച്ച് നേരം ഞങ്ങളോട് ഇരുന്ന് സഹായിച്ചിട്ട് അവൾക്ക് ഡ്യൂട്ടിക്ക് പോകേണ്ടി വന്നു. പിന്നെ ബാക്കി അവിയൽ, സാമ്പാർ, തോരൻ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഞങ്ങൾ തലേദിവസം തന്നെ റെഡിയാക്കി വെച്ചു. ഇതാണ് ഞാനുണ്ടാക്കിയ ബീട്രൂട്ട് പച്ചടി. അത് ഏകദേശം സക്സസ് ആയി വന്നു. വീട്ടിൽ അമ്മയെ വിളിച്ച് ചോദിച്ചിട്ടൊക്കെയാണ് ഞങ്ങൾ ഉണ്ടാക്കിയത്. പിന്നെ ചേട്ടൻ ആണ് അവിയൽ വെക്കുന്നത്. അവിയലും സാമ്പാറും ചേട്ടൻ വെച്ചു. പിന്നെ അഞ്ജന, അതായത് ചേട്ടൻ്റെ വൈഫ് ആണ് എൻ്റെ ഫ്രണ്ട് അഞ്ജന. അവൾ മത്തങ്ങ എരിശ്ശേരിയാണ് വെച്ചത്. അപ്പം ഞങ്ങൾക്ക് തലേദിവസം തന്നെ എല്ലാ പരിപാടികളും ചെയ്ത് തീർക്കണമായിരുന്നു. ഏകദേശം കറികളെല്ലാം വെച്ചു. ചോറും പായസവും മാത്രം ഞങ്ങൾ മാറ്റി വെച്ചിട്ട് പിന്നെ നാളെ എല്ലാവരും വരുമല്ലേ എന്ന് വിചാരിച്ച് ഞങ്ങൾ വീടെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ടു. ഇപ്പോൾ ക്ലീൻ ചെയ്യുന്ന പരിപാടികളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫുള്ള് ക്ലീൻ ചെയ്തു, വീട് മൊത്തം തുടച്ചിട്ടു. അപ്പോൾ ക്ലീനിങ് എല്ലാം കഴിഞ്ഞു. ഇനി അടുത്തത് കണി വെക്കാനായിട്ട് പോവാണ്. ഇപ്പോൾ നാട്ടിലൊക്കെ ഏകദേശം രാത്രി ആയിട്ടുണ്ട്. ഞങ്ങൾ വീട്ടിലെല്ലാം വിളിച്ചു. ഇതാണ് ഞങ്ങളിത് കണി വെക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾക്ക് കൃഷ്ണൻ്റെ വിഗ്രഹമൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് ഞങ്ങൾ ലാപ്ടോപ്പിൽ വാൾപേപ്പർ ആക്കിയിട്ടിട്ടാണ് വെച്ചത്. ഭയങ്കര ഹൈടെക് വിഷുക്കണിയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, നമുക്കൊരു സാധനം ഇല്ലെങ്കിലും കണി വെക്കാൻ പറ്റുമെന്ന്. അപ്പോൾ ഞങ്ങൾക്ക് തോന്നിയൊരു ഐഡിയ ആണ് ലാപ്ടോപ്പിൽ ഇതുപോലെ പടം വെച്ചിട്ട് വെക്കാം. ഞങ്ങൾ ഒരുപാട് ശ്രമിച്ചു, പക്ഷെ ഞങ്ങൾക്ക് ഒരു വിഗ്രഹം കിട്ടിയില്ല. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കണി. ഞങ്ങൾ അത്യാവശ്യം ഫ്രൂട്ട്സും സാധനങ്ങളും എല്ലാം വാങ്ങിച്ചു. പിന്നെ നാളെ വിളക്ക് കത്തിക്കുമ്പോഴത്തേക്കും എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവുമോ എന്നറിയാൻ വേണ്ടിയിട്ട്, അതായത് ഫയർ അലാം അടിക്കുമോ എന്നറിയാൻ വേണ്ടിയിട്ട് ഡെമോയ്ക്ക് കത്തിച്ച് വെച്ചിരിക്കുന്നതാണ് ആ സാധനം. എങ്ങാനും ഇനി ഫയർ സെൻസ് ചെയ്താലായിട്ട് അലാം അടിക്കും. അപ്പോൾ പിന്നെ വലിയ വിഷയമാവും. പിന്നെ ഞങ്ങൾ അത്യാവശ്യം എല്ലാ സാധനങ്ങളും, ധാന്യങ്ങൾ, അതുപോലെ തന്നെ തേങ്ങ, പച്ചക്കറികൾ, ഫ്രൂട്ട്സ് എല്ലാം വെച്ചു. ചന്ദനം, കോടിമുണ്ട്, ആഭരണങ്ങൾ. ഞങ്ങളുടെ നാണയം ഇവിടുത്തെ നാണയമാണ് വെച്ചേക്കുന്നത്. ഇവിടുത്തെ വിഷുവാണല്ലോ, അപ്പോൾ ഇവിടുത്തെ നാണയമാണ് വെച്ചേക്കുന്നത്. അങ്ങനെ എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചു രാവിലത്തേക്ക് കണി കാണാൻ വേണ്ടി. ഇതാണ് ഞാൻ പറഞ്ഞ പൂവ്. ഇത് പ്ലാസ്റ്റിക്കാണ്. ഞങ്ങൾക്ക് കണിക്കൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് പ്ലാസ്റ്റിക് പൂ വെച്ച് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു. ഒരാൾ ഡ്യൂട്ടിക്ക് പോയി. അപ്പോൾ ഞാനും അഞ്ജനയും മാത്രമാണ് ഇതൊക്കെ അറേഞ്ച് ചെയ്തത്. ചേട്ടനാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നാളത്തേക്കെല്ലാം സെറ്റ് ചെയ്തിട്ട് ഞങ്ങൾ കിടക്കാൻ പോയി. ഏകദേശം അപ്പോഴത്തേക്ക് ഒരു 12 മണിയോളം ആയിട്ടുണ്ട്. രാവിലെ അവൾ തന്നെ വിളക്ക് എത്തിച്ചോളാം എന്ന് പറഞ്ഞു, എന്നെ വിളിച്ച് എഴുന്നേൽപ്പിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കണി കാണാനായിട്ട് റെഡിയായി. അങ്ങനെ രാവിലെ ഒരു 5:30 മണിയൊക്കെ ആയപ്പോഴത്തേക്കും കണി കാണാനായിട്ട് എഴുന്നേറ്റു. കണി കണ്ടു, ഒരുപാട് സന്തോഷമായി. നാട്ടിലാണ് വിഷു ശരിക്കും ഉള്ളെങ്കിലും ഇവിടെ നമുക്ക് സന്തോഷമായിട്ട് ആഘോഷിക്കാമെന്ന് എനിക്ക് മനസ്സിലായി. ഒരുപാട് ഹാപ്പിയായി. അങ്ങനെ വലിയ മിസ്സിങ് ഒന്നും അങ്ങനെ തോന്നിയില്ല. ശരിക്കും മാറി നിൽക്കുമ്പോഴാണ് വിഷു ഓണമൊക്കെ നമുക്ക് ഒത്തിരി സ്പെഷ്യലായിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ടെല്ലാം ചെയ്യുന്നത്. അങ്ങനെ നല്ല രീതിയിൽ കണി കണ്ടു. പിന്നെ ഞങ്ങൾ
പിന്നെ വീട്ടിലേക്കൊക്കെ വിളിച്ചു, ഞങ്ങളുടെ കണി വീട്ടിലുള്ളവരെയൊക്കെ കാണിച്ചു. അപ്പോഴേക്കും ഉച്ച സമയമായി അവിടെ. ഞങ്ങൾ വീഡിയോ കോൾ വിളിച്ച് കണിയെല്ലാം കാണിച്ചു. അവിടെ എല്ലാവരും സദ്യ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. പിന്നെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിഷു കൈ നീട്ടമൊക്കെ കൊടുത്തു. അഞ്ജന എനിക്ക് വിഷു കൈ നീട്ടം തന്നു, ഞാൻ എല്ലാവർക്കും കൊടുത്തു. അങ്ങനെ വളരെ സന്തോഷമായിട്ട് ആ സമയമൊക്കെ കഴിഞ്ഞു പോയി. ഇനി ഞങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യണം. ചോറ് വെക്കണം, പായസം വെക്കണം, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു 11 മണി 12 മണി സമയമാകുമ്പോഴത്തേക്കും നമ്മൾ വിളിച്ചവരെല്ലാവരും വരും. പിന്നെ ഒരാളും കൂടെ കണി കാണാനുണ്ട്, നൈറ്റ് ഡ്യൂട്ടിക്ക് പോയ ആൾ. അവൾക്കും കൂടെ വന്ന് കാണാൻ വേണ്ടി ഞങ്ങൾ അങ്ങനെ തന്നെ വെച്ചേക്കാണ്, ഒന്നും മാറ്റിയില്ല. അതിനുശേഷം ഞങ്ങൾ റെഡി ആവാനായിട്ട് പോയി. ഞങ്ങളെല്ലാവരും ട്രഡീഷണൽ വെയറാണ് ഇടുന്നത്. ഞാൻ റെഡി ആവാനായിട്ട് റൂമിലേക്ക് പോയി. ഇനി അതിനുശേഷം ഞങ്ങൾ വീണ്ടും ഇനി അടുക്കളയിൽ വന്ന് ബാക്കിയുള്ള പരിപാടികളെല്ലാം ചെയ്യണം. അങ്ങനെ നൈറ്റ് ഡ്യൂട്ടിക്ക് പോയ ആൾ വന്നു. എല്ലാവരും വിളിച്ചവരെല്ലാവരും ഇൻവൈറ്റ് ചെയ്ത് ഫ്രണ്ട്സൊക്കെ ഓരോരുത്തരായിട്ട് വരാൻ തുടങ്ങി. അപ്പോൾ അവളുടെ കോൺട്രിബ്യൂഷനൊന്നും ഇല്ലല്ലോ എന്നോർത്ത് സങ്കടം വേണമെന്ന് വിചാരിച്ച് ഞങ്ങൾ അവളെ കൊണ്ട് പപ്പടം വറപ്പിച്ചു. പിന്നെ ഇതൊക്കെയാണ് ഞങ്ങളുടെ കറികൾ. ചോറ് റെഡിയായി, എല്ലാം റെഡിയായി, എല്ലാവരും റെഡിയായി ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കുകയാണ്. ഇനി 2 പേരും കൂടെ വരാനുണ്ട്, ഒരു ഫാമിലിയും കൂടെ വരാറുണ്ട്. അവർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അങ്ങനെ ഞങ്ങൾ സദ്യ വിളമ്പി, എല്ലാവരും വന്നു. ആദ്യം ഇൻവൈറ്റ് ചെയ്ത ഞങ്ങളുടെ ഗസ്റ്റുകളെ എല്ലാവരും ഇരുത്താമെന്ന് വിചാരിച്ചു. അങ്ങനെ അവരെല്ലാവരും കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഞങ്ങളെല്ലാം വീഡിയോ എടുക്കുകയാണ്, ഇതൊക്കെ വ്ളോഗ് ചെയ്യാൻ വേണ്ടി. അതിനുശേഷം രണ്ടാമത് ആണ് ഞങ്ങളെല്ലാവരും ഇരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് അവർ വിളമ്പി തന്നു. അങ്ങനെ നല്ല വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഒക്കെ സംസാരിച്ചൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ ഓരോരുത്തരുണ്ടാക്കിയ കറിയുടെ അഭിപ്രായങ്ങളെല്ലാം ചോദിച്ചു. എല്ലാവർക്കും എൻ്റെ കറി ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു, അറിയില്ല. സദ്യയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ പായസം ഉണ്ടായിരുന്നു. പായസം ഞങ്ങളുടെ ചേട്ടൻ്റെ സ്പെഷ്യലാണ്, അടപ്പായസം, പാലടയാണ് വെച്ചത്. പിന്നെ കുറച്ച് പേര് വരാൻ പറ്റാത്തവരുണ്ടായിരുന്നു, അവർക്ക് വേണ്ടി പായസം കറിയൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഭയങ്കര സന്തോഷമായിട്ട് ഞങ്ങളെല്ലാം ആഘോഷിച്ചു. ഞങ്ങൾ ഇത്രയും പേരായിരുന്നു ഒരുമിച്ച് താമസിച്ചുകൊണ്ടിരുന്നത്. പിന്നെ എല്ലാവരും ഹസ്ബൻഡൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും സ്പ്ലിറ്റായി പോയതാണ്. എന്നാലും ഞങ്ങളിപ്പോഴും ആഘോഷമൊക്കെ ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ വിഷു ആഘോഷത്തിൻ്റെ വിശേഷങ്ങളെല്ലാം തീരുവാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇത് കഴിയുമ്പോൾ ഞങ്ങളുടെ രമ്യയുടെ പാട്ടാണ്. അപ്പോൾ ശരി, എല്ലാവർക്കും ബൈ. Yeah.